3, 6, 10 എക്സെട്ര ഈ ശ്രേണിയിലെ 10ാമത്തെ പദം എത്രയാണെന്ന് ചോദ്യം. ഈ ശ്രേണിയുടെ പ്രത്യേകത നോക്കാം നമുക്ക്. 1, 2, 3, 3, 3, 6, 4, 10. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയല്ല, AP അല്ല. അപ്പോൾ നമുക്കിതിൻ്റെ പ്രത്യേകത നോക്കാം. ഇത് 1, അടുത്ത രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് 1ഉം 2ഉം കൂടെ കൂട്ടുന്നത്. മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് 1ഉം 2ഉം 3ഉം കൂടെ കൂട്ടുന്നത്. 3, 3, 6. അടുത്ത നാലാമത്തെ പദം എന്ന് പറയുന്നത് 1ഉം 2ഉം 3ഉം 4ഉം കൂടെ കൂട്ടുന്നതാണ് 10. ഇനി അങ്ങനെയാണെങ്കിൽ 10ാമത്തെ പദം എന്ന് പറയുന്നത് എത്ര വരും? 1, 2, 3 പ്ലസ് എക്സെട്ര പ്ലസ് 10. അതായത് n എണ്ണൽ സംഖ്യകളുടെ തുകയാണ് n × n + 1/2 ആണ് ഫോർമുല. എണ്ണൽ സംഖ്യകളാണ് 1, 2, 3 എക്സെട്ര. അപ്പോൾ സമം എന്ത് വരും? 10 × 10 + 1, അതായത് 11/2. 10ാമത്തെ പദം എന്ന് പറയുന്നത് നമുക്ക് 55 വരും. 55. ഇത് ഈ ശ്രേണിയുടെ പ്രത്യേകത നോക്കുക. ഇത് 1 ആദ്യത്തെ പദം, 1 + 2 രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം 1ഉം 2ഉം 3ഉം കൂടെ കൂട്ടുന്നത്, നാലാമത്തെ പദം 1ഉം 2ഉം 3ഉം 4ഉം കൂടെ കൂട്ടുന്നത്. അങ്ങനെയാണ് 10ാമത്തെ പദം 1ഉം 2ഉം 3ഉം 4 എക്സെട്ര 10 വരെ കൂട്ടുന്നത്. n എണ്ണൽ സംഖ്യകളുടെ തുകയാണ് എന്ന ഫോർമുല n × n + 1/2. 1 + 2 + എക്സെട്ര 10 എണ്ണൽ സംഖ്യയുടെ 10 × 10 + 1, 10 × 11/2, 55 വരും ഉത്തരം.